അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ തന്നെ ഏറ്റവും കുറവ് എഡിറ്റ് ചെയ്തിരിക്കുന്നതും ഏറ്റവും കുറവ് സീനുകൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. നമ്മളൊരു കൂരിവാള പിടിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം പോയതാണ്. ഒട്ടും പ്രതീക്ഷയില്ലാതെ പോയിട്ട് നമുക്കൊരു മീൻ കിട്ടിയതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, രണ്ട് വെയിറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ ലൈനിലോട്ട് കോർക്കാം. അടുത്ത വെയിറ്റൂടെ കോർക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ചൂണ്ട. നമ്പറൊന്നും ഓർമ്മയില്ല, എന്തായാലും ഇത്രയും വലിപ്പമുണ്ട്. ബാക്കി വളരെ വിചിത്രമായിട്ടുള്ള ഒരു ആഹാര രീതിയുള്ളൊരു മീനാണ് ഈ കുരുവാള എന്ന് പറയുന്നത്. അത് പെല്ലറ്റും കഴിക്കും, പഴം കഴിക്കും, വട കഴിക്കും, പൊറോട്ട കഴിക്കും, ചിലപ്പം ചപ്പാത്തി കോർത്തിട്ടാലും അടിക്കും, ചോറ് കോർത്തിട്ടാലും വരെ എനിക്ക് തോന്നുന്നു ഇവനെ അടിക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കോഴിക്കുടലാണ് കേട്ടോ. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കോഴിക്കുടലാണ്. കോഴിക്കുടൽ കോഴി വേസ്റ്റാണ്. നമുക്കിത് ഇതിലോട്ട് അങ്ങ് കോർക്കാം. കണ്ടോ, മാല പോലെ കിടക്കുന്നു. ഈ കോഴിക്കുടലാണ് നമ്മുടെ ഇന്നത്തെ തീറ്റി എന്ന് പറയുന്നത്. ഇട്ടേക്കാം. Come on. അങ്ങനെ ഒഴുകി കിടക്കുന്ന പോലെ കേട്ടോ ഇട്ടേക്കുന്നത്. ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ പൊങ്ങി കിടക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. കണ്ടോ? ഓക്കെ, ഇത് കണ്ടോ? കൈകൊണ്ട് കൈകളെ ഷൂ ലേസ്. ഓക്കെ, കിട്ടി. അപ്പോൾ ഇനി നമുക്കിത് കാസ്റ്റ് ചെയ്തിടാം കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ തീറ്റിയിരിക്കുന്നു. നമുക്കിതിനി ലോങ്ങിൽ എറിഞ്ഞിട്ടേക്കാമേ. ഏറ്റവും നടുക്കാണ് മീൻ മറിയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയിടണം.
അതാ ഏറ്റവും നടുക്ക് തന്നെ എറിഞ്ഞിട്ടേക്കുന്നത്. നല്ല താഴ്ചയുണ്ട് ഇവിടെ ഇവിടെയൊക്കെ, നല്ല താഴ്ചയിൽ പോയി കിടക്കട്ടെ. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഇവിടെ വെയിറ്റിംഗ് ഗെയിമാണ് ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഫുൾ വെയിറ്റിംഗ് മാത്രമേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ നമ്മൾ നിലത്ത് വെച്ചേക്കും കേട്ടോ സാധനത്തിനെ. എന്ത് ഇതൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ റോഡ് വെള്ളത്തിനടിയിലോട്ട് താത്ത് വെക്കാവേ. കാരണം ഒരുപാട് വേസ്റ്റൊക്കെ വന്ന് തട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ വെള്ളത്തിനടിയിലോട്ട് താത്ത് വെക്കാം. ഓക്കെ, താത്തങ്ങ് വെച്ചേക്കാം. വെള്ളത്തിനടിയിലോട്ട് താത്ത വെച്ചേക്കുന്നത്. അതായത് നൂല് ഇതുപോലെ നല്ല കറക്കായതുകൊണ്ട് നൂല് എവിടെയെങ്കിലും തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചേക്കണം. മീൻ അടിച്ചാൽ പോകത്തൊന്നുമില്ല സാധനം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. തിരിച്ച് വെച്ചേക്കാം, അപ്പോൾ പോകലെന്ന് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. റോഡ് വെള്ളത്തിനടിയിലോട്ടാണ് വെച്ചേക്കുന്നത്. വേറെ ഒന്നുമല്ല, ഒരുപാട് വേസ്റ്റ് വന്ന് മേളിൽ കൂടെ കറങ്ങുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഏകദേശം ഒരു 1.5 മണിക്കൂറിന് ശേഷം പെട്ടെന്ന് ഡ്രാഗ് വലിയുന്നൊരു ശബ്ദം കിട്ടും കേട്ടോ. ഡ്രാഗ് ഒരു നല്ലപോലെ ലൂസ് ആയിരുന്നുകൊണ്ട് തന്നെ ആ സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റി. അപ്പോൾ ഞാൻ പിടിച്ചു നോക്കിയപ്പോഴത്തേക്കിന് റോഡിൻ്റെ അറ്റത്ത് ടിപ്പിൽ ചെറിയൊരു വെയിറ്റ്, ചെറിയൊരു അനക്കം അനുഭവപ്പെട്ടു കേട്ടോ. അപ്പം തന്നെ നമ്മൾ ഡ്രാഗ് ടൈറ്റ് ചെയ്ത് മീനെ വലിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് മീനടിച്ചിട്ടുണ്ട്. മീനല്ലേ? മീന. അപ്പോൾ അതേ ഒരു മീൻ കയറി വരുന്നുണ്ടേ. ചെറിയ മീനാന്ന് തോന്നുന്നുണ്ടോ, ചെറിയ മീനാന്ന് തോന്നുന്നത്. ചെറിയ മീന. ആ കൊള്ളാം. കുരുവാളയാണെന്നാ തോന്നുന്നത്. കുരുവാള. അപ്പോൾ അതേ ഫസ്റ്റ് കുരുവാള കയറുന്നുണ്ട്. ചെറിയ മീനാന്ന് തോന്നുന്നു കേട്ടോ. ചെറുതല്ലെങ്കിൽ പണിയാണ്. ചെറിയ മീന. വള. ചെറുതാ കുരുവാളയാണ്. ഇവനെന്തായാലും ഇപ്പോൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ പക്ക ബലം പിടിക്കും കേട്ടോ. നമ്മളെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ നല്ലപോലെ എടുത്തു. നമ്മളെപ്പോഴും ഡ്രാഗ് ലൂസ് ചെയ്തിട്ട് പിടിക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ ഹൈലൈറ്റ്. അവൻ കയറി വരുന്നുണ്ട്. അടുത്ത് വരുമ്പോൾ അവൻ പിടിക്കും കേട്ടോ, നല്ലപോലെ പിടിക്കും. ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് നമ്മുടെ കുറേ സമയമായി കേട്ടോ, നമ്മൾ വന്നിട്ട് ഒത്തിരി സമയമായിരുന്നു. അതാണ് ചെറിയ മീനാണ് കേട്ടോ, വലിയ വലിപ്പമൊന്നുമില്ല. അടിച്ചിട്ടുണ്ട് കേട്ടോ. വാട അടിപൊളി. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് കുരുവാള കേട്ടോ. നമ്മൾ കുറേ നാൾക്ക് ശേഷം, ഒത്തിരി നാൾ ശേഷമാണ് പിടിക്കുന്നത്. അടിപൊളി ഒരു കുരുവാള കയറിയിട്ടുണ്ട്. ഒരു 4 കിലോ കേട്ടോ, അത്രേ ഉള്ളൂ കേട്ടോ. അടിപൊളി കേട്ടോ, വീട്ടിലെ സാധനം. ഇപ്പോൾ ഒരു വീഡിയോ എടുത്തു തരാമോ? അടിപൊളി കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് നമുക്കൊരു സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കുരുവാള അടിച്ചേക്കുന്നത്, കോഴിക്കുടലല്ലേ പിടിച്ചേക്കുന്നത്, കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഹൺഫിഷിൻ്റെ കോമ്പസേലാണ് പിടിച്ചേക്കുന്നത്. അത്യാവശ്യം പവർഫുൾ ആയത് കേട്ടോ, നല്ലപോലെ കയറിയിട്ടുണ്ട്. ഏകദേശം ഒരു 4 കിലോ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വരത്തുള്ളൂ. ഇങ്ങനെ കാണിച്ചു തരാം. യെസ്, ഇതാട്ടോ മീൻ, കുരുവാളയാണ്. ഒരു 3-4 കിലോ അത്രേ വരത്തുള്ളൂ, അതിക്കുള്ളില്ല കേട്ടോ.
കേട്ടോ. നല്ലപോലെ എടുത്തിട്ടുണ്ട്, അത്യാവശ്യം അകത്ത് നല്ല സൂപ്പറായിട്ട് മീനുണ്ട്. കോഴിക്കോടലായിരുന്നു കേട്ടോ. മീൻ മറിയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവ ഊരിയിട്ട് അടുത്ത് ഇടാം. ഓക്കെ, എന്തായാലും മീൻ നല്ലപോലെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ വിഴുകിയിട്ടുണ്ടായിരുന്നു. സൂപ്പർ ഹുക്കപ്പ് ആയിരുന്നു. പുതിയ ചൂണ്ടക്കണ്ണി മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് പിടിക്കുന്ന മീനായിരുന്നു കേട്ടോ. അപ്പം നല്ല മൂർച്ച ഉണ്ടാവും ഇതിന്. അതുകൊണ്ട് തന്നെ കൈയിട്ടെടുക്കാനൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാക്സിമം ഒക്കെ നോക്കി, പക്ഷെ എന്തായാലും ഊരി പോരുന്നില്ല. അതുപോലെ അത് നല്ല ഹുക്കായിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറേ സമയത്തെ പ്രയത്നത്തിന് ശേഷം നമ്മളത് ഊരിയെടുത്തു കേട്ടോ. അപ്പോഴേക്കും മീനൊരു പരുവമായിരുന്നു. എന്തായാലും നമ്മൾ പിന്നെയും ആ തീറ്റ തന്നെ കോർത്ത് അവിടെ കുറച്ച് നേരം കൂടെ ട്രൈ ചെയ്തു കേട്ടോ. നമ്മൾ വന്നിട്ട് കുറേ നേരമായിരുന്നു, പക്ഷെ നമുക്ക് ഒരുത്തനെ അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു വേണ്ട മീഡിയം എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. എന്നാലും കയറിയേക്കുന്നത് കോഴിക്കോടലാണ് കയറിയേക്കുന്നത്. നമ്മൾ നേരത്തെ കളമൊക്കെ തെളിച്ച് കുടിച്ചിട്ടുള്ളതാണ്. പക്ഷെ എന്തായാലും ഇപ്രാവശ്യം നമ്മൾ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് മീൻ അടിച്ചു കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇനി അടിക്കുവാണെങ്കിൽ ബാക്കി കാണിക്കാം. അങ്ങനെ എന്തായാലും ഇരുന്നിരുന്ന് രാത്രിയായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 8 മണി 8:30 വരെ നമ്മളിരുന്ന് ചൂണ്ടയിട്ടു. തീറ്റയൊക്കെ മാറിയൊക്കെ ട്രൈ ചെയ്തു. ഇതിനിടയ്ക്ക് ഒരുപാട് തവണ മഴയൊക്കെ പെയ്തു കേട്ടോ. പക്ഷെ എന്തായാലും മീനൊന്നും പിന്നെ അടിച്ചില്ല. അപ്പം നമ്മൾ പതുക്കെ അവനുമായിട്ട് തിരിച്ചു പോന്നു. പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ഇതേ സ്പോട്ടിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരത്തേക്കും വെള്ളമൊക്കെ ചീത്തയായിട്ട് മീൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തായിരുന്നു കേട്ടോ. അത് കാരണമാണ് നമുക്ക് വേറൊരു മീനെയും കൂടെ പിടിച്ച് ഇതിനകത്ത് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇടാൻ പറ്റാതെ പോയത്. എന്തായാലും ഒരെണ്ണത്തിനെ മാത്രം അവിടെ പിടിച്ച് അവിടുന്ന് നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇനിയും വരും, ഇനിയും ഉറപ്പായിട്ട് മീനുകൾ വരും. അപ്പോഴത്തേക്കും നമ്മൾ തീർച്ചയായിട്ടും ബാക്കി പൊക്കി നമ്മുടെ ചാനലിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു മീനെയൊക്കെ പിടിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.